أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട കുട്ടികളെ, തജ്വീദുൽ ഖുർആനിലെ 3-ാം ക്ലാസ്സിലെ 1-ാമത്തെ പാഠം അൽ വഹ്ദത്തുൽ ഊല അൽ ഖുർആൻ. 1-ാമത്തെ പാഠത്തിൻ്റെ പേര് ഖുർആൻ എന്നാണ്. ഇനി നമുക്ക് പാഠം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തിൽ മുഴുകുകയായിരുന്നു. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഇത് ഖുർആൻ അവതരണത്തിന്റെ ആരംഭമായിരുന്നു. ഉസ്താദ് ചരിത്രം തുടർന്നു. കുട്ടികളെ നിങ്ങൾ ഹിറാ ഗുഹ കണ്ടിട്ടുണ്ടോ? മിദ്ലാജ് മോൻ പറഞ്ഞു ഞാൻ ഉപ്പയുടെ കൂടെ ഉംറക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ മക്കയിലും മദീനയിലുമെത്താൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കുട്ടികൾ ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. ഉസ്താദ് തുടർന്നു. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഖുർആൻ
അല്ലാഹു തആലയുടെ കലാമാണ്. അതിന് പ്രത്യേക പാരായണ നിയമവും എഴുത്തുരീതിയുമുണ്ട്. സാധാരണ അറബി വായിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ സിഫത്തുകൾ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ തഫ്ഖീം തർക്കീഖ് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അത്തദ്രീബാത്ത്. നഖ്റ. ഹിറാ ഗുഹ പരിശുദ്ധ മക്കയിലെ ജബൽ നൂറിലുള്ള ഗുഹ. മുഅ്ജിസത്ത് അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. പാരായണം ഓത്ത്. ഹർഫ് അക്ഷരം. മഖ്റജ് അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. സിഫത്ത് അക്ഷരം പുറപ്പെടുന്ന രൂപം. തഫ്ഖീം കനപ്പിക്കൽ. തർക്കീഖ് നേർപ്പിക്കൽ. നുകമ്മിൽ ഒന്നാമത്തെ പൂരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഡേഷ് ഖുർആൻ ഓതിക്കൊടുത്തു. അതിൻ്റെ ആൻസർ ജിബ്രീൽ അലൈഹിസ്സലാം. 2 ഉസ്താദ് ദുആ ചെയ്തപ്പോൾ കുട്ടികൾ ഉച്ചത്തിൽ ഡേഷ് പറഞ്ഞു. ആൻസർ ആമീൻ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡേഷ് അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. അതിൻ്റെ ആൻസർ അല്ലാഹു തആല. 4 ഖുർആൻ പാരായണം ഏറ്റവും ഡേഷ് ഉള്ള സൽക്കർമ്മമാണ്. പുണ്യമുള്ള. ആൻസർ പുണ്യമുള്ള. 5 സാധാരണ അറബി വായിക്കുന്നത് പോലെ ഡേഷ് പാരായണം ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആൻസർ ഖുർആൻ. അടുത്ത ക്വസ്റ്റ്യൻ. നുബയ്യിൻ. ഖുർആനിൽ ആദ്യമിറങ്ങിയ 5 ആയത്തുകൾ കണ്ടെത്തി പാരായണം ചെയ്യുക. അതിൻ്റെ ആൻസർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 ആയത്തുകളാണ് ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയത്. 2 വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം എഴുതുക. അതിൻ്റെ ആൻസർ. 1 ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ഖുർആൻ അവതരിച്ചു. 3
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. 4. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. 5. ഖുർആനിലേക്കു നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നുജിബ്. ഖുർആനിൽ ആദ്യമിറങ്ങിയ ആയത്ത് ഏത്? അതിൻ്റെ ആൻസർ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. 2. ഖുർആൻ എന്നാൽ എന്ത്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. അതിൻ്റെ ആൻസറാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? അതിൻ്റെ ആൻസർ ഖുർആൻ. 4. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ എത്ര പ്രതിഫലം ലഭിക്കും? അതിൻ്റെ ആൻസർ 10. 5. തജ്വീദ് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്തത് നക്തഷിഫ്. 1. ഹിറാ ഗുഹ എവിടെയാണ്? ആൻസർ മക്കയിലാണ്. 2. പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത്? അതിൻ്റെ ആൻസർ കഅബ പരിശുദ്ധ മക്കയിലാണ്. 3. മഖ്റജ് എന്നാൽ എന്ത്? ആൻസർ അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. 4. സിഫത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ അക്ഷരം പുറപ്പെടുന്ന രൂപം. 3ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാ